2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റിവഞ്ച് ഡ്രാമ ആക്ഷൻ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് മിഖായേൽ. നമ്മൾ കണ്ടുമറന്ന ഒരു കഥ, എന്നാൽ അനീഫ് അദേനി എന്ന സംവിധായകന്റെ കഴിവിലൂടെ പുറത്തു വന്നപ്പോൾ അതൊരു ഗംഭീര സിനിമയായി എന്ന് തന്നെ പറയാം. അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ തിരക്കഥയും ഡയലോഗും സംവിധായകൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകതയും സിനിമയിൽ ഉടനീളം കാണാനുണ്ട്. നിവിൻ പോളി, മഞ്ജിമ മോഹൻ, ഉണ്ണി മുകുന്ദൻ മെയിൻ കഥാപാത്രങ്ങളായി എത്തുമ്പോൾ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ് പടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ ബജറ്റിലാണ് സിനിമ ചെയ്തിരിക്കുന്നതെന്ന് സിനിമയുടെ ഓവറോൾ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 2 കുടുംബങ്ങൾ തമ്മിലുള്ള കഥയാണ് പറഞ്ഞു പോകുന്നത്. മൈക്ക് എന്ന ക്യാരക്ടറിൽ നിവിൻ പോളി ഒരു ഡോക്ടറുടെ വേഷത്തിലെത്തുന്നു. നിവിൻ പോളി ഒരു പ്രൊട്ടക്ടറാണ്. തന്റെ ഫാമിലിക്ക് സംഭവിച്ച ഒരു പ്രശ്നം, സ്വന്തം പെങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നായകൻ, അതിൽ ഉരുത്തിരിയുന്ന റിവഞ്ചും. ഇങ്ങനെയാണ് കഥ പോകുന്നത്. നമ്മൾ കേട്ടുമറന്ന കഥയാണെങ്കിലും ഹനീഫ് അദേനിയുടെ അത്യുഗ്രൻ ട്വിസ്റ്റും ടേണുമൊക്കെ നമ്മളെ തിയേറ്ററിൽ തന്നെ പിടിച്ചിരുത്തും. ശരിക്കും ഒരു പക്ക റിവഞ്ച് ഡ്രാമയിലൂടെ പോകുന്ന കഥ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയലോഗും കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തും എന്ന് തന്നെ പറയാം. നിവിൻ പോളിയുടെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കൊച്ചുണ്ണിയിൽ മോഹൻലാൽ വന്ന് കയ്യടിയൊക്കെ വാങ്ങിച്ച് നിവിൻ പോളിയുടെ ഗ്രാഫ് താന്നുപോയി എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സിനിമയിലും അതുപോലെ നടക്കുമെന്ന് പറഞ്ഞവർ പലരുണ്ട്. കാരണം ഉണ്ണി മുകുന്ദന് അത്രയ്ക്ക് വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചത്. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നം ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടതും. നിവിൻ പോളി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാർക്കോ ജൂനിയറായി എത്തുന്ന ഉണ്ണി മുകുന്ദനും JD ചക്രവർത്തി, മഞ്ജിമ മോഹൻ എന്നിവരൊക്കെ അവരുടെ അഭിനയം മികച്ചതാക്കി. പിന്നീട് എടുത്തു പറയേണ്ട അഭിനേതാക്കളായിരുന്നു സുദേവ് നായർ, ബാബു ആന്റണി, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ എന്നിവരെ. വിഷ്ണു പണിക്കർ എന്ന സിനിമാറ്റോഗ്രാഫറുടെ മനോഹരമായ ഫ്രെയിമുകളാണ് എടുത്തു പറയേണ്ടത്. ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ടിനാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുത്തതും. ആക്ഷൻ കൊറിയോഗ്രാഫിയും ഡയലോഗും എന്നിവയാണ് സിനിമയിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ അട്രാക്ഷൻ. സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപോലെ പോയി. സെക്കൻഡ് ഹാഫിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷയെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. അനീഫ് അദേനിയുടെ സ്ഥിരം പാറ്റേണായ ക്രൈം, ആക്ഷൻ, ഡ്രാമ, ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന പാറ്റേണിൽ തന്നെയാണ് മിഖായേലും പോകുന്നത്. എന്നാൽ പഴയിൽ നിന്നും പുതിയ അഭിനേതാക്കൾ ചേരുമ്പോൾ അതിൽ ചില വ്യത്യസ്തതകളും കാണാൻ തന്നെ ഉണ്ട്. അതാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഉതകുന്നതും. വലിയ പ്രതീക്ഷകൾ തന്നില്ലെങ്കിലും പടം ചില ഭാഗങ്ങളിൽ മനോഹരമാക്കി എന്ന് തന്നെ പറയാം. കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മിഖായേൽ.